പിറ്റേന്ന് ഭാര്യ ജോലിക്ക് പോയതിനു പിന്നാലെ ട്രൂമാൻ ഭാര്യയെ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം പുറം ലോകം കാണുന്നുണ്ടായിരുന്നു. ഭാര്യയെ പിന്തുടർന്ന ട്രൂമാൻ അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. എന്നാൽ ട്രൂമാനെ കണ്ടതോടെ അവിടെയുള്ള ആളുകൾ അയാളെ തടയുന്നു. തനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്നും നിങ്ങൾ അവളോട് ഈ കാര്യം പറഞ്ഞാൽ മതിയെന്നും ട്രൂമാൻ അധികാരികളോട് പറയുന്നു. താനേ ടൗണിൽ നിന്ന് ഫിജി ഐലൻഡിലേക്ക് പോവുകയാണെന്നും അവിടെ എത്തിയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അവളെ ഒന്ന് അറിയിക്കാമോ എന്ന് ട്രൂമാൻ ചോദിക്കുന്നു. എന്നാൽ ട്രൂമാൻ്റെ ഭാര്യ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്നും അവിടെ നിന്നിറങ്ങിയാൽ താൻ വിവരം അറിയിച്ചു കൊള്ളാമെന്നും നേഴ്സ് പറയുന്നു. ഇത് കേട്ടതോടെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുന്നത് പോലെ ട്രൂമാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ആ നേഴ്സിനെ പിന്തുടരുന്നു ട്രൂമാൻ. നേഴ്സിനെ പിന്തുടർന്ന ട്രൂമാൻ്റെ മുമ്പിലേക്ക് പല തടസ്സങ്ങളും ഷോയുടെ ക്രിയേറ്റേഴ്സ് കൊണ്ടുവരുന്നു. അതായത് വീൽ ചെയറിലുള്ള ആളുകൾ വന്ന് വഴിമുടക്കുന്നു, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അറ്റൻഡർമാർ വന്ന് വഴിമുടക്കുന്നു. അങ്ങനെ അവസാനം ട്രൂമാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലേക്ക് എത്തുന്നു. ട്രൂമാൻ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കുറച്ച് അഭിനേതാക്കൾ സർജൻസിനെ പോലെ വേഷം ധരിച്ച് അഭിനയിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ട്രൂമാനെ ഒരു സെക്യൂരിറ്റി വന്ന് പുറത്താക്കുന്നു. അവിടെ നിന്ന് ട്രൂമാൻ ഒരു ട്രാവൽ ഏജൻസിയുടെ അടുത്തേക്ക് പോകുന്നു. തനിക്ക് ഫിജി ഐലൻഡിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് വേണമെന്ന് ട്രൂമാൻ അവരോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഏജൻസിയിലെ ജോലിക്കാരി കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ഐ ആം സോറി, ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്ക് ഫിജി ഐലൻഡിലേക്ക് പോകാൻ ടിക്കറ്റ് ഇല്ല എന്ന് അവർ പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ട്രൂമാന് വീണ്ടും സംശയം വർദ്ധിക്കുന്നു. എന്നാൽ തനിക്ക് എങ്ങനെയെങ്കിലും ഫിജി ഐലൻഡിലേക്ക് പോകണമെന്ന് ട്രൂമാൻ ഉറപ്പിക്കുന്നു. അവിടെ നിന്നിറങ്ങിയ ട്രൂമാൻ ചിക്കാഗോയിലേക്കുള്ള ബസ്സിൽ കയറി ഫിജി ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനായി ബസ് ടിക്കറ്റ് എടുത്ത് ബസ്സിലേക്ക് കയറുന്നു ട്രൂമാൻ ബസ്സിൽ കയറിയതോടെ ആ ബസ് തന്നെ ബ്രേക്ക് ഡൗൺ ആക്കാൻ ഡയറക്ടറുടെ നിർദ്ദേശം ഡ്രൈവർക്കെത്തുന്നു. ബസ് ഡ്രൈവർ ഉടൻ തന്നെ വളരെ തന്ത്രപരമായി ആ ബസ് കേടാക്കുന്നു. ഫിജിയിലേക്ക് പോകാനുള്ള ട്രൂമാൻ്റെ ആഗ്രഹം അന്നേ ദിവസം നടക്കാതെ പോകുന്നു. അന്ന് വൈകുന്നേരം ട്രൂമാൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ട്രൂമാൻ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ട്രൂമാനോടൊപ്പം ഭാര്യയും കാറിലേക്ക് കയറുന്നു. എന്താണ് ട്രൂമാന് പറ്റിയതെന്ന് ഭാര്യ ചോദിക്കുന്നു. ഇപ്പോൾ മുതൽ നമുക്ക് ചുറ്റും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ താൻ കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് ട്രൂമാൻ ഭാര്യയോട് പറയുന്നു. ഒരു സ്ത്രീ ഇപ്പോൾ കാറിന് പുറകിലൂടെ ഒരു റെഡ് ബൈക്കിൽ വലതുവശത്തേക്ക് പോകുമെന്നും അതിനു പുറകെ കയ്യിൽ ഒരു ബൊക്കെ ഫ്ലവേഴ്സുമായി ഒരാൾ ഇടതുവശത്തേക്ക് പോകുമെന്നും ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം അധികം വൈകാതെ ഒരു മഞ്ഞ കാർ വലതുവശത്തേക്ക് പോകുമെന്നും ട്രൂമാൻ പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും ട്രൂമാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ട്രൂമാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഇങ്ങനെ നടക്കാൻ കാരണം ഷോയുടെ ക്രിയേറ്റേഴ്സ് ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതൊരിക്കലും മാറില്ല. ഇങ്ങനെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ട്രൂമാൻ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഭാര്യ ഇതെല്ലാം കേട്ട ശേഷം ട്രൂമാൻ്റെ ശ്രദ്ധ മാറ്റാനേ വേറെ പല കാര്യങ്ങളും സംസാരിക്കുന്നു. കാരണം ഭാര്യ ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമാണല്ലോ. എന്നാൽ തന്നെ ഇനി ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ട്രൂമാൻ പെരുമാറുന്നു. പെട്ടെന്ന് തന്നെ ട്രൂമാൻ ഭാര്യയ്ക്ക് പുറത്തിറങ്ങാനാകാത്ത വിധത്തിൽ കാർ ലോക്കാക്കുന്നു. തുടർന്ന് ഫിജി ഐലൻഡിലേക്ക് ഇരുവരും റോഡ് മാർഗം പോകാമെന്ന് പറഞ്ഞ് ട്രൂമാൻ വണ്ടി വേഗത്തിൽ ഓടിക്കുന്നു.